Today we are going to discuss about chemical properties of alkenes. The first reaction is electrophilic addition reaction. Now alkenes സാധാരണയായിട്ട് reaction ആണ് electrophilic addition reaction. Electrophilic addition reaction substrate electrophile ആയിട്ട് വന്നിട്ട് അറ്റാക്ക് ചെയ്യും. കാർബൺ ഡബിൾ ബോണ്ടിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് ആൽക്കീന് സിഗ്മ ബോണ്ട്, നമുക്കറിയാം ആൽക്കീനിൽ സിഗ്മ ബോണ്ട് ആൻഡ് പൈ ബോണ്ട് ആണുള്ളത്. അപ്പോൾ സിഗ്മ ബോണ്ടിനേക്കാളും വീക്കാണ് പൈ ബോണ്ട്. അപ്പോൾ അവിടെ റിയാക്ടിവിറ്റി സൈറ്റ് എന്ന് പറയുന്നത് പൈ ബോണ്ടാണ്. അപ്പോൾ അതിൽ ലൂസ്ലി ഹെൽഡ് പൈ ഇലക്ട്രോൺസ് ആക്ട് ആസ് ഇലക്ട്രോൺ റിച്ച് ഓർ ന്യൂക്ലിയോഫിലിക് സെന്റർ. അവിടെ വന്നിട്ട് ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യും. അവിടെ അഡീഷൻ റിയാക്ഷൻ നടക്കും. അപ്പോൾ നമുക്ക് അതിന് ആൽക്കൈൽ ഹാലൈഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അഡീഷൻ പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യും. ഈ റിയാക്ഷൻ്റെ പറയുന്ന പേരാണ് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടക്കുന്നത് 2 സ്റ്റെപ്പായിട്ടാണ്. അതിൽ ഫസ്റ്റ് സ്ലോ അഡീഷനാണ് നടക്കുന്നത്. അവിടെ ഇലക്ട്രോഫൈൽ വന്നിട്ട് sp2 കാർബണിൽ ഒന്ന് അറ്റാക്ക് ചെയ്യും. ദെൻ രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് അഡീഷനാണ് നടക്കുന്നത്. നെക്സ്റ്റ് ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അതേ sp2 കാർബണിൽ രണ്ടാമത്തെ അഡീഷൻ നടത്തും. അപ്പോൾ രണ്ട് ഇലക്ട്രോഫൈൽ ആൻഡ് ന്യൂക്ലിയോഫൈൽ വന്നിട്ടുള്ള അറ്റാക്കാണ് ഇവിടെ നടക്കുന്നത് പൈ ബോണ്ടിൽ. അപ്പോൾ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് സിഗ്മ ബോണ്ടായിട്ട് ഫോം ചെയ്യും. അപ്പം നമുക്ക് അവിടെ പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇലക്ട്രോഫൈലും ന്യൂക്ലിയോഫൈലും നമ്മളെ പോളാർ അഡൻഡത്തിൽ വരും. അപ്പോൾ പോളാർ അഡൻഡം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ താഴെയുള്ള റിയാക്ഷൻ നോക്കാം. ആൽക്കീൻ വന്നിട്ടുള്ള ആൽക്കീനിലേക്ക് പോളാർ അഡൻഡം വരും. അത് E+ഉം Nu- ആയിട്ടാണ് വരിക. അത് സ്ലോ റിയാക്ഷൻ നടന്നിട്ട് ആദ്യം തന്നെ എന്ത് വരും, നമ്മുടെ ഇലക്ട്രോഫൈല് നമ്മുടെ ആൽക്കീനിലുള്ള ഡബിൾ ബോണ്ടിനെ അറ്റാക്ക് ചെയ്യും. നമുക്കറിയാം ഇലക്ട്രോൺ റിച്ച് ന്യൂക്ലിയോഫൈലാണ് പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈ ഡബിൾ ബോണ്ടിലുള്ള. അവിടെ ഇലക്ട്രോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് പൈ ബോണ്ട് ഫോം ചെയ്യും. ദെൻ ഒരു കാർബോകാറ്റോണും അവിടെ ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ എന്താണ്, ന്യൂക്ലിയോഫൈൽ വന്നിട്ട് കാർബോകാറ്റോണിൽ അറ്റാക്ക് ചെയ്യും. അത് ഫാസ്റ്റ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പം നമുക്കിവിടെ അഡീഷൻ പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അഡീഷൻ ഓഫ് ഹാലജന്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ഇതേ മെക്കാനിസം വെച്ചിട്ടാണ് അഡീഷൻ ഓഫ് ഹാലജൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആൽക്കീനിൽ നമ്മുടെ ഹാലജൻസ് വന്നിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് വിസിനൽ ഡൈഹാലൈഡ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആൽക്കീൻസ് ഓർഡിനറി ടെമ്പറേച്ചറിൽ തന്നെ നടക്കുന്നുണ്ട്. ക്ലോറിൻ ആൻഡ് ബ്രോമിൻ റിയാക്ട് വിത്ത് ആൽക്കീൻ വി ഗെറ്റ് ഡൈഹാലൈഡ്സ്. അപ്പോൾ ഈഥീന് ബ്രോമിനായിട്ട് റിയാക്ട് ചെയ്താൽ CCl4 1,2-ഡൈബ്രോമോ ഈഥേനാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ പ്രൊപ്പീന് ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്താൽ 1,2-ഡൈക്ലോറോ പ്രൊപ്പീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം ആണ് നമ്മൾ പറയുന്നത്. ഇവിടെ അയോണിക് മെക്കാനിക്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 സ്റ്റെപ്പുകളാണ് ഇവിടെ നടത്തുന്നത്. സ്റ്റെപ്പ് 1 എന്താണ്, നമ്മുടെ ഹാലജൻ മോളിക്യൂൾ പൈ ഇലക്ട്രോൺസ് ആൽക്കീൻ്റെ പൈ ഇലക്ട്രോൺസ് ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ട് അത് പോളറൈസ് ചെയ്യും. അപ്പോൾ പോളറൈസ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഹാലജൻസ് പ്ലസും മൈനസും ആയിട്ട് പോളറൈസ് ചെയ്യും. അതിൽ അവിടെ ഹെട്രോളിറ്റിക് ക്ലീവേജ് നടക്കും. അതുപോലെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഹാലജൻ ആറ്റം ഉണ്ടാവും, നെഗറ്റീവായിട്ടുള്ള ഹാലജൻ ആറ്റം ഉണ്ടാവും അല്ലെ. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അതിൽ പോസിറ്റീവായിട്ടുള്ള ഹാലജൻ ആറ്റം ആൽക്കീനിലുള്ള ഈ ഇലക്ട്രോൺ റിച്ച് ഡബിൾ ബോണ്ടിന്റെ അടുത്തേക്ക് വന്നിട്ട് അവിടെ അറ്റാക്ക് ചെയ്യും. അപ്പം എന്ത് കിട്ടും, അവിടെ ഒരു ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു ഹാലോണിയം അയോൺ കിട്ടും. അതൊരു സൈക്ലിക് ഹാലോണിയം അയോൺ ആണ്. അപ്പോൾ 3 മെമ്പേർഡ് റിംഗ് ആയിട്ടുള്ള ഒരു ഹാലോണിയം അയോൺ ആണ് അവിടെ കിട്ടുന്നത്. സ്ലോ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ X- ഉണ്ടാവും അല്ലെ. ഇവിടുന്ന് നമ്മൾ ബ്രേക്ക് ചെയ്ത X-. ഇനി സ്റ്റെപ്പ് 2 എന്താണ് ഉണ്ടാവുന്നത്, നമ്മളെ ന്യൂക്ലിയോഫൈലാണ് X- എന്ന് പറയുന്നത്. അത് ഹാലോണിയം അയോണിലേക്ക് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ബൾക്കി ഹാലജനാറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് X+ എവിടെയാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് X- അറ്റാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രൊഡക്റ്റ് ആയിട്ട് വിസിനൽ ഡൈഹാലൈഡ് കിട്ടും. അപ്പോൾ അവിടെ 3 മെമ്പേർഡ് റിംഗ് ഓപ്പൺ ചെയ്തു, ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ X- ലിങ്ക് ചെയ്യും. അപ്പോൾ നമുക്ക് അഡീഷൻ പ്രൊഡക്റ്റ് കിട്ടും. ഇവിടെ സാധാരണയായിട്ട് അഡീഷൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ട്രാൻസ് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ആൻറ്റി എലിമിനേഷൻ പഠിച്ചതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ആൻറ്റി അഡീഷൻ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അതാണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. ഇനി ഹാലോണിയം അയോണിലേക്ക് എന്താണ്, നമ്മൾ X- വരുന്ന ആ സ്റ്റെപ്പാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ X- വരും. അപ്പോൾ പ്ലസ് ചാർജ് ഇവിടെ ബ്രേക്ക് ചെയ്യും. ഈ ഹാലോണിയം അയോണിലുള്ള ഈ 3 മെമ്പേർഡ് റിംഗ് ബ്രേക്ക് ചെയ്യും. ദെൻ എന്തായിട്ട് മാറും, അവിടെ ഫാസ്റ്റ് റിയാക്ഷൻ നടന്നിട്ട് വിസിനൽ ഡൈഹാലൈഡ് കിട്ടും. ഓക്കെ,
അപ്പോൾ ഈ റിയാക്ഷൻ മെക്കാനിസം ആണ് നമ്മൾ പറയുന്നത്. പ്രൊപ്പീന് രണ്ട് ബ്രോമിനായിട്ട് ബ്രോമിൻ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്ത് ബ്രോമിൻ പ്ലസും മൈനസും ആയിട്ട് ഇവിടെ ഹെട്രോളജി ക്ലീവേജ് നടന്നു. ദെൻ ഈ ഒരു ബ്രോമിന് ഇതായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് വരും, ഈ ഡബിൾ ബോണ്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ബ്രോമോണിയം അയോൺ കിട്ടും. നെക്സ്റ്റ് Br- ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ബ്രോമോണിയം അയോൺ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ നടന്നിട്ട് 1,2 ഡൈബ്രോമോ പ്രൊപ്പൈൻ എന്നുള്ള ഡൈ ഹാലൈഡ്സ് കിട്ടി. അപ്പോൾ ഇതൊരു സ്റ്റീരിയോ സ്പെസിഫിക് റിയാക്ഷനാണ്. കാരണം നമ്മളെ X- അല്ലെങ്കിൽ Br- എന്ന് പറയുന്നത് ബൾക്കി ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ ഒരു ഹാലൈഡ് അറ്റാക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് മറ്റേ ഹാലൈഡ് വന്ന് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ആൻറ്റി അഡീഷൻ അല്ലെങ്കിൽ ട്രാൻസ് അഡീഷൻ ആണ് നടക്കുക. അപ്പോൾ നമുക്കവിടെ ആൻറ്റി പ്രോഡക്റ്റ് ആണ് കിട്ടുക. അപ്പോൾ സ്റ്റീരിയോ സ്പെസിഫിക് റിയാക്ഷൻ ആണ്. അപ്പോൾ സ്റ്റീരിയോ സ്പെസിഫിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റീരിയോ സ്പെസിഫിക് ഈസ് വൺ വേർ എ പെർട്ടിക്കുലർ സ്റ്റീരിയോ ഐസോമർ ഓഫ് ദി സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ yields എ സ്പെസിഫിക് സ്റ്റീരിയോ ഐസോമറിക് ഫോം ഓഫ് ദി പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻറ്റി അഡീഷൻ പ്രോഡക്റ്റ് ആണ് അവിടെ കിട്ടുന്നത്. കാരണം അതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ആ റിയാക്ഷൻ്റെ ബാക്ക് സൈഡ് അറ്റാക്ക് നടന്നിട്ട് ആൻറ്റി സ്റ്റീരിയോ കെമിസ്ട്രി അഡീഷനാണ് നടന്നിട്ട് നമുക്ക് കിട്ടുന്നത് 1,2 ഡൈബ്രോമോ പ്രൊപ്പൈനാണ്. അപ്പോൾ ഒരു ബ്രോമിന് ഈ സൈഡിലാണെങ്കിൽ മറ്റേ ബ്രോമിന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാവും വന്നിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക. ഇനി നമുക്ക് പറയാനുള്ളത് അഡീഷൻ ഹൈഡ്രജൻ ഹാലൈഡ് ആണ്, മാർക്കോണിക്കോഫ് റൂള്. അപ്പോൾ മാർക്കോണിക്കോഫ് റൂള് പറയുമ്പം ആൽക്കീൻസ് ഏതെങ്കിലും ഹൈഡ്രജൻ ഹാലൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് ആൽക്കൈൽ ഹാലൈഡ് കിട്ടും. അപ്പോൾ നമ്മൾ അൺസിമെട്രിക്കൽ ആൽക്കീൻ്റെ കേസിലാണ് മാർക്കോണിക്കോഫ് റൂള് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കൈൻ്റെ കേസിൽ നമുക്ക് അതിൻ്റെ റൂളിൻ്റെ ആവശ്യമില്ല, നേരിട്ടുള്ള റിയാക്ഷൻ നടന്നാൽ മതി. അപ്പോൾ ഹൈഡ്രജൻ ഹാലൈഡ് ആയിട്ടുള്ള HCl, HBr, HI ഇത് ആൽക്കീനായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് കിട്ടും. അപ്പോൾ ഈഥീൻ നോക്കാം, ഈഥീൻ HBr ആയിട്ട് റിയാക്ട് ചെയ്ത് ബ്രോമോ ഈഥീൻ കിട്ടി. അതുപോലെ തന്നെ HCl ബ്യൂട്ടൂയിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് 2-ക്ലോറോ ബ്യൂട്ടൈൻ കിട്ടി. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ സ്റ്റെപ്പ് 1 റിയാക്ഷനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ അഡീഷൻ റിയാക്ഷനാണ് നടത്തുന്നത്. ആൽക്കീന് റിയാക്ട് ചെയ്യും, ആൽക്കീന് നമ്മൾ HX ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രോഫിലിക് അറ്റാക്കാണ് നടക്കുന്നത്. അപ്പോൾ HX എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണും X- ആയിട്ട് അത് ഹെട്രോളിറ്റിക് ക്ലീവേജ് നടക്കും. അതിൽ H+ എന്തായിട്ട് മാറും? പൈ ഇലക്ട്രോൺസിൽ ആൽക്കീനുള്ള പൈ ഇലക്ട്രോൺസ് വന്നിട്ട് പൈ ഇലക്ട്രോൺസിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് അവിടെ കാർബോ കാറ്റോൺ ഫോം ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സിഗ്മ ബോണ്ട് H ആയിട്ട് ഫോം ചെയ്തു, ദെൻ കാർബോ കാറ്റോൺ ഫോം ചെയ്തു, ദെൻ ഹാലൈഡ് അയോൺ X- ഹാലൈഡ് അയോൺ ആയിട്ട് അവിടെ ഉണ്ട്. ഇനി സ്റ്റെപ്പ് 2ലാണ് ഹാലൈഡ് അയോൺസ് വന്നിട്ട് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ന്യൂക്ലിയോഫൈൽ ആയിട്ടുള്ള ഹാലൈഡ് അയോൺ വന്നു, അത് കാർബോ കാറ്റോണിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് കിട്ടി. ഓക്കെ, ഇനി മാർക്കോണിക്കോഫ് റൂൾ എന്താന്ന് പറയാം. അഡീഷൻ ഓഫ് HX ടു അൺസിമെട്രിക്കൽ ആൽക്കീൻ. അപ്പോൾ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാർക്കോണിക്കോഫ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 2 വേ ആയിട്ട് നമുക്ക് റിയാക്ഷൻ നടത്താൻ പറ്റും. റിയാക്ഷൻ in which 2 or more structural isomers are possible as product but one of them predominate is called regioselective reaction. ഇവിടെ regioselective reaction ആണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ റിയാക്ഷൻ നടക്കുമ്പോൾ 2 അതിലധികമോ സ്ട്രക്ചറൽ ഐസോമേഴ്സ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിൽ പ്രിഡോമിനേറ്റ് ചെയ്യുന്നതാണോ അങ്ങനെയുള്ള റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീജിയോസെലക്റ്റീവ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഹൈഡ്രജൻ ഹാലൈഡിൽ അൺസിമെട്രിക്കൽ റിയേജൻ്റ് ആണ് ഹൈഡ്രജൻ ഹാലൈഡ് എന്ന് പറയുന്നത്. അത് അൺസിമെട്രിക്കൽ ആൽക്കീൻസിൽ വന്നിട്ട് റിയാക്ട് ചെയ്യുമ്പം എന്താണെന്ന് നമുക്ക് അവിടെ കിട്ടുന്നത്? 2 ടൈപ്പ് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ പ്രോഡക്റ്റ് കിട്ടുക എന്ന് നോക്കാം. അപ്പോൾ അതിലാണ് മാർക്കോണിക്കോഫ് റൂൾ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. The ionic addition of unsymmetrical reagent to an unsymmetrical alkene, the positive part of the adding molecules goes to the carbon atom of the double bond, which bears the greater number of hydrogen atom. അപ്പോൾ നമ്മൾ പ്രൊപ്പീൻ നോക്കാം, പ്രൊപ്പീനിലേക്ക് HCl നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ H+, നമ്മൾ പോസിറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ H+ ആണ്. ആ പോസിറ്റീവ് പാർട്ട് ഓഫ് ആഡിങ് മോളിക്യൂൾ goes to the carbon atom of the double bond which bears greater number of hydrogen atom. അപ്പോൾ ഡബിൾ ബോണ്ടിലുള്ള കാർബൺ ആറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ഉള്ളത് ഏതാ നോക്കുക. അപ്പോൾ ഈ CH2 ആണ് ഏറ്റവും കൂടുതലുള്ള ഹൈഡ്രജൻ, അതിലേക്കാണ് H+ വന്നിട്ട് ലിങ്ക് ചെയ്യുക. ദെൻ Cl- എന്ന് പറയുമ്പോൾ അടുത്ത കാർബൺ ആറ്റത്തിലേക്കാണ് വന്ന് ലിങ്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്ക് മേജർ പ്രൊഡക്റ്റ് അല്ലേ? CH3, CHCl, CH3. അപ്പോൾ 2-ക്ലോറോ പ്രൊപ്പൈൻ ആണ് മേജർ പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി മൈനർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? 1-ക്ലോറോ പ്രൊപ്പൈൻ ആണ്
അപ്പോൾ ഇത് മൈനർ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ് പാർട്ട് ഓഫ് ആഡിങ് മോളിക്യൂൾ ഗോസ് ടു ദാറ്റ് കാർബൺ ആറ്റം ഓഫ് ദി ഡബിൾ ബോണ്ട് വിച്ച് ബിയേഴ്സ് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ആറ്റം കൂടുതലുള്ള കാർബൺ ആറ്റത്തിലേക്കാണ് ഇവിടെ പോസിറ്റീവ് പാർട്ടായിട്ടുള്ള H+ അയോണ് പോവുക. ഇനി ഇത് നോക്കാം, നമ്മൾ HBrന്റെ കേസിലും അതേ കേസാണ് പറയുന്നത്. 2-methyl propene. അപ്പോൾ ഇതിൽ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം, ഇതിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇതിൽ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ ഈ കൂടുതൽ ഹൈഡ്രജൻ ഉള്ള കാർബൺ ആറ്റത്തിലേക്കാണ് ഈ H+ പോവുക. അപ്പോൾ നമുക്കിവിടെ മേജർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള എന്ത് കിട്ടി? 2-bromo 2-methyl propane. 1-bromo 2-methyl propane എന്നുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവുന്നേ. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷനാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ തിയററ്റിക്കൽ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ നോക്കാം. മാർക്കോണിക്കോഫ് റൂൾ. റീജിയോ സെലക്ടിവിറ്റി ഒബ്സർവ്ഡ് ഇൻ പോളാർ അഡീഷൻ ടു ആൽക്കിൻ as stated in Markovnikov's rule can be explained the basis that in such reaction the more stable of the two possible carbocation intermediate is predominantly formed. അപ്പോൾ നമുക്കറിയാം കാർബോകാറ്റോൺ എന്ന് പറയുന്നത് സെക്കൻഡറി ആൻഡ് ടെർഷ്യറി കാർബോകാറ്റോൺ ആണ് മോർ സ്റ്റേബിൾ പ്രൈമറി കാർബോകാറ്റോണിനെക്കാളും. അപ്പോൾ നമ്മൾ ഇതിലുള്ള ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത് അതിൽ പ്രൈമറി കാർബോകാറ്റോൺ ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അതിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലെസ് സ്റ്റേബിൾ ആണ്. അതുപോലെ തന്നെ അത് മൈനർ പ്രൊഡക്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ സെക്കൻഡറി കാർബോകാറ്റോൺ ആണ് ഇവിടെ ഫോം ചെയ്തത്, ഐസോപ്രൊപ്പൈൽ കാറ്റോൺ. അതാകുമ്പോൾ പ്രൈമറി കാർബോകാറ്റോണിനേക്കാളും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റ് ആണ് മേജർ പ്രൊഡക്റ്റ്. ഓക്കെ, അതാണ് മാർക്കോണിക്കോഫ് റൂളിന്റെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ പറയുന്നത്. നമ്മൾ അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ പ്രൊപ്പീൻ HCl ആയിട്ട് റിയാക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഐസോപ്രൊപ്പൈൽ കാറ്റോൺ, ഇത് സെക്കൻഡറി കാർബോകാറ്റോൺ ആണ്, ഇത് മോർ സ്റ്റേബിൾ ആണ്. അപ്പോൾ നമ്മൾ ക്ലോറിനായിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2-chloropropane മേജർ പ്രൊഡക്റ്റ് കിട്ടി. പക്ഷേ അത് നോക്കുക, N-propyl കാറ്റോൺ ഇത് പ്രൈമറി കാർബോകാറ്റോൺ ആണ്, അത് ലെസ് സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂക്ലിയോഫൈൽ ആയിട്ടുള്ള Cl വന്ന് അറ്റാക്ക് ചെയ്തതിനു ശേഷം 1-chloropropane ആണ് കിട്ടുന്നത്. അത് ലിറ്റിലെ ഫോം ചെയ്യുന്നുള്ളൂ, അത് മൈനർ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ HBrന്റെ കേസ് നമ്മൾ നോക്കാം. HBr അതേപോലെ തന്നെ റിയാക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ടെർട്ട്-ബ്യൂട്ടൈൽ കാറ്റോൺ, ഇവിടെ ടെർഷ്യറി കാർബോകാറ്റോൺ ആണ് നമുക്കിവിടെ കിട്ടുന്നത് അല്ലേ. 2-methyl propene HBr. അപ്പോൾ H+ വന്ന് ചേരുന്ന ഇതിലാണ് CH2ലാണ്. അപ്പോൾ CH3 ആയിട്ട് മാറി. ദെൻ അത് ടെർഷ്യറി കാർബോകാറ്റോൺ ആയിട്ടുള്ള മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റോൺ ഫോം ചെയ്തു. അതിൽ Br- ആയിട്ട് റിയാക്ട് ചെയ്താൽ 2-bromo 2-methyl propane ആണ് നമുക്കവിടെ കിട്ടുന്നത്. അതാണ് ആക്ച്വൽ പ്രൊഡക്റ്റ്. ഓക്കെ, ഈ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നേയില്ല, പ്രൈമറി കാർബോകാറ്റോൺ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നേയില്ല. അപ്പോൾ നമ്മുടെ റിയാക്ഷൻ എന്താണ് മാർക്കോണിക്കോഫ് റൂൾ പറയുന്നത്? The ionic addition of unsymmetrical reagent to unsymmetrical alkene, the positive part of the adding molecule goes to the carbon atom of the double bond as to yield a more stable carbocation as intermediate. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ് ഏതിനാണോ ഫോം ചെയ്യാൻ പറ്റുന്നത് അതിലേക്കാണ് പോസിറ്റീവ് പാർട്ട് ഓഫ് ദി ആഡിങ് മോളിക്യൂൾ H+ അയോൺസ് പോകുന്നത് എന്നാണ് നമ്മുടെ മാർക്കോണിക്കോഫ് മോഡേൺ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കോണിക്കോഫ് റൂള് പറഞ്ഞു. അതിനുശേഷം നമ്മളെ റിയാക്ഷൻ നോക്കാം. HCl ആഡ് ടു 3,3-dimethyl bute 1ene. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് പ്രോഡക്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട്, മേജർ പ്രൊഡക്റ്റ് ആൻഡ് മൈനർ പ്രൊഡക്റ്റ്. അപ്പോൾ 3,3-dimethyl bute 1ene നോക്കാം. അത് നമുക്ക് എക്സ്പെക്റ്റഡ് മാർക്കോണിക്കോഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? 3-chloro-2,2-dimethyl butane ആണ്. പക്ഷെ നമ്മളിവിടെ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത് 2-chloro-2,3-dimethyl butane ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മളൊരു 1,2 ആൽക്കൈൽ ഷിഫ്റ്റിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ റീഅറേഞ്ച്മെന്റ് ആണ് ഇവിടെ ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. എന്താണ് റീഅറേഞ്ച്മെന്റ് നടക്കുന്നത്? ഇവിടെ 1,2 ആൽക്കൈൽ ഷിഫ്റ്റ് നടക്കുകയാണ്. 3,3-dimethyl butane HCl ആയിട്ട് റിയാക്ട് ചെയ്തു. then H+ പോകുന്നത് ഈ CH2ലേക്കാണ് അല്ലേ. അത് സെക്കൻഡറി കാർബോകാറ്റോൺ ആണ്. അപ്പോൾ സെക്കൻഡറി കാർബോകാറ്റോൺ എന്ന് പറയുമ്പോൾ ടെർഷ്യറിനേക്കാളും സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പോൾ 3,3-dimethyl 2-butyl കാറ്റോൺ എന്താണ് Cl- ആയിട്ട് റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ എന്ത് വരും? ഒരു ആൽക്കൈൽ ഷിഫ്റ്റ് നടക്കും. ആ റിയാക്ഷനാണ് നമ്മൾ സ്റ്റെപ്പ് ബിയിൽ പറയുന്നത്. 1,2-methyl ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ 2,3-dimethyl butane 2-yl കാറ്റോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ ടെർഷ്യറി കാർബോകാറ്റോൺ അവിടെ ഷിഫ്റ്റ് നടക്കുന്നു. നമ്മൾ ഷിഫ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ് 1,2-methyl ഷിഫ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ കിട്ടുന്ന പ്രൊഡക്റ്റ് ടെർഷ്യറി കാർബോകാറ്റോൺ എന്ന ഇന്റർമീഡിയറ്റ് എന്ന് കിട്ടുന്ന ആ പ്രൊഡക്റ്റാണ് കൂടുതലായിട്ടുള്ള പ്രിഡോമിനന്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. 2-chloro-2,3-dimethyl butane. ഓക്കെ.